ഭൂമിയിലുള്ള സകല വസ്തുക്കളെയും അതിന്റെ നടുവിലേക്ക് പിടിച്ചു നിർത്തുന്ന ഒരു ശക്തിയാണ് ഭൂമിയുടെ ഗ്രാവിറ്റി. പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും സ്ഥിരമായ ഒരു സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്നതും ഈ ശക്തിയാണ്. ഓരോരോ ഗ്രഹങ്ങൾക്കും ഒരു നിശ്ചിതമായ ഗുരുത്വാകർഷണ ബലം ഉണ്ടാകും. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് ഏകദേശം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യർ ഉൾപ്പെടെ സകല ജീവജാലങ്ങൾക്കും നടക്കാനും ഓടാനും ബാലൻസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം പകുതിയായി കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് നോക്കാം. ഗ്രാവിറ്റി കുറയുമ്പോൾ അത് പ്രധാനമായും ബാധിക്കുക നമ്മുടെ അന്തരീക്ഷത്തെയാണ്. അന്തരീക്ഷ മർദ്ദം സൃഷ്ടിക്കപ്പെടുന്നത് ഗ്രാവിറ്റിയുടെ ബലമായിട്ടാണ്. ഭൂമിയിലെ ഗ്രാവിറ്റി പകുതിയായി കുറയുകയാണെങ്കിൽ അതോടൊപ്പം അന്തരീക്ഷ മർദ്ദവും പകുതിയായി കുറയും. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ അന്തരീക്ഷം 5000 മീറ്റർ ഉയരത്തിലുള്ളതുപോലെയായി മാറും. ഇത്ര കുറഞ്ഞ അളവിലുള്ള മർദ്ദം ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടെങ്കിൽ പോലും മനുഷ്യർക്ക് ശ്വസിക്കാൻ പ്രയാസം സൃഷ്ടിക്കും. വായു ഭൂമിയിലേക്ക് അടുത്തു നിൽക്കുന്നത് ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്. ഗുരുത്വാകർഷണ ബലം പകുതിയാകുന്നത് മൂലം എയർ മോളിക്യൂൾസ് ഭൂമിയിൽ നിന്നും അകന്ന് ഉയരങ്ങളിലേക്ക് പോകും. ഇങ്ങനെ എയർ മോളിക്യൂൾസ് ഭൂമിയിൽ നിന്ന് ഉയരുന്നത് മൂലം ഭൂമിയുടെ അന്തരീക്ഷവും ബഹിരാകാശത്തേക്ക് ഉയരും. ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷം ഒരു ഉയരമുള്ള മലയുടെ മുകളിലേതുപോലെ ഇടതൂർന്നതായി മാറും. അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ശ്വസനം പ്രയാസമായി മാറുന്നത്. അതേസമയം അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള ലെയർ കൂടുതൽ കട്ടി കുറഞ്ഞതായി മാറുകയും അതുമൂലം അന്തരീക്ഷത്തിലുള്ള പല വാതകങ്ങളും ബഹിരാകാശത്തേക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അന്തരീക്ഷത്തിൻ്റെ താഴ്ന്ന ഭാഗത്ത് സാന്ദ്രത കുറയുന്നത് മൂലം ഭൂമിയിൽ കാറ്റിനും വ്യത്യാസങ്ങൾ സംഭവിക്കും. ഭൂമിയിലെ വസ്തുക്കളിലുള്ള കാറ്റിൻ്റെ പ്രഭാവം വളരെ ശക്തമാകും. പക്ഷേ അതേസമയം കാറ്റിൻ്റെ ശക്തി കുറവായിരിക്കും. എങ്കിലും ഗുരുത്വാകർഷണം പകുതിയായതിൻ്റെ ഫലമായി മനുഷ്യൻ ഉൾപ്പെടെ സകല വസ്തുക്കളുടെയും ഭാരം പകുതിയായതുപോലെ അനുഭവപ്പെടും. അതുകൊണ്ട് ശക്തി കുറഞ്ഞ ഒരു സാധാരണ കാറ്റിന് മനുഷ്യരിൽ വലിയൊരു ആഘാതം സൃഷ്ടിക്കാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ കൊടുങ്കാറ്റ് പോലെയുള്ള ശക്തിയേറിയ കാറ്റുകൾ വീശാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും ചിലപ്പോൾ അതിനും സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ പ്രഭാവം വ്യത്യസ്തമായിരിക്കും. ചില സാഹചര്യങ്ങളിൽ അത് വളരെ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും മറ്റു ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ പെരുമാറ്റം പ്രവചനാതീതമാവുകയും ചെയ്യും. ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. ഒരു മനുഷ്യൻ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പോലും വളരെ വ്യത്യാസം അനുഭവപ്പെടും. സമയം നീങ്ങുന്തോറും എല്ലുകളും മാംസങ്ങളും ദുർബലമാകാൻ ആരംഭിക്കും. ശരീരത്തിൻ്റെ ഭാരം താങ്ങി നിർത്താൻ പോലുമുള്ള ശേഷി ഇല്ലാതാകും. ബഹിരാകാശത്തു പോകുന്ന ഒരു മനുഷ്യൻ അനുഭവപ്പെടുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണിത്. പിന്നീട് മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ നമ്മൾ ശാരീരികമായി വളരെ ദുർബലമായി മാറും. നിരന്തരമായി എക്സസൈസ് ചെയ്താൽ പോലും ശക്തി വീണ്ടെടുക്കാൻ സാധിക്കുകയില്ല. ഇത് മാത്രമല്ലാതെ മനുഷ്യരുടെ ശരീരഘടനയിലും ചില മാറ്റങ്ങൾ വരാൻ ഇത് കാരണമാകും. ഹൃദയമിടിപ്പും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനവും വളരെ പതുക്കെയായിരിക്കും നടക്കുക. അത് പല പല ശാരീരിക പ്രശ്നങ്ങളും സൃഷ്ടിക്കും. ഹൃദയമിടിപ്പ് കുറയുന്നത് മൂലം ഓരോ ഹാർട്ട് ബീറ്റിലും പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെ തലമുറകൾ കഴിയുമ്പോൾ മനുഷ്യർ വളരെ ഉയരം കൂടിയ മെലിഞ്ഞ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഗ്രാവിറ്റി കുറഞ്ഞ അന്തരീക്ഷ ഘടനയിൽ ജീവിക്കാൻ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ആവശ്യമാണ്. പക്ഷേ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരിക ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഗ്രാവിറ്റി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് അനുഭവപ്പെടും. ഗ്രാവിറ്റി പകുതിയാകുന്നത് മൂലം വസ്തുക്കളുടെ ചലനത്തിനും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ഉദാഹരണത്തിന് ഒരു ബോളോ അതുപോലെ എന്തെങ്കിലും വസ്തുവോ ദൂരേക്ക് എറിഞ്ഞാൽ അത് സഞ്ചരിക്കുന്ന ദൂരം അസാധാരണ പോകുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും. ചിലപ്പോൾ അത് എറിഞ്ഞ അതേ ശക്തിയിൽ തന്നെ ആയിരിക്കും എവിടെയെങ്കിലും ചെന്നിടിക്കുക. ഈ മാറ്റങ്ങൾ കൊണ്ട് ബേസ്ബോൾ പോലെയുള്ള ഗെയിമുകൾക്കും പിന്നെ പല മിലിറ്ററി ടെക്നോളജികൾക്കും മാറ്റം വരുത്തും. അതുപോലെ തന്നെ മാറ്റം വരുന്ന മറ്റൊരു മേഖലയാണ് സമുദ്രങ്ങൾ. കടൽ തിരമാലകൾ സൃഷ്ടിക്കപ്പെടാൻ കാരണമാകുന്ന ശക്തികളിൽ ഒന്നാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗ്രാവിറ്റേഷണൽ പുൾ. ഗ്രാവിറ്റി പകുതിയാകുന്നത് മൂലം തിരമാലകളുടെ ശക്തിയും കുറയും.
അത് കടലിൽ വെള്ളത്തിൻ്റെ സഞ്ചാര രീതിയിൽ മാറ്റങ്ങൾ വരുത്തും. അതോടൊപ്പം സമുദ്രപ്രവാഹങ്ങളെയും ബാധിക്കും. സമുദ്രപ്രവാഹങ്ങൾക്ക് മാറ്റം വരുന്നതോടുകൂടി അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന സമുദ്രജീവികളുടെ അതിജീവനം പ്രയാസമായി മാറും. തീർത്തു പറയുകയാണെങ്കിൽ സമുദ്രത്തിൽ സംഭവിക്കുന്ന ഈ മാറ്റങ്ങളെല്ലാം സമുദ്രത്തെ മാത്രമല്ല, മറിച്ച് മുഴുവൻ പരിസ്ഥിതിയെയും കാലാവസ്ഥയെയും ബാധിക്കും. അതോടൊപ്പം സംഭവിക്കുന്ന മറ്റൊരു മാറ്റമാണ് ഭൂമിശാസ്ത്ര പ്രക്രിയയിൽ വരുന്ന മാറ്റം. ഗ്രാവിറ്റി കുറയുന്നത് മൂലം ഇറോഷൻ, സെഡിമെൻറ്റേഷൻ പോലെയുള്ള പ്രകൃതിദത്തമായ പ്രതിഭാസങ്ങളുടെ വേഗതയും കുറയും. അത് ഭൂമിശാസ്ത്ര പ്രക്രിയയുടെ വേഗതയും കുറയ്ക്കും. ഈ കാരണങ്ങൾ കൊണ്ട് പർവ്വതങ്ങളുടെ ഉയരം കൂടിക്കൊണ്ടിരിക്കും. കാരണം പർവ്വതങ്ങളെ താഴേക്ക് വലിക്കുന്നത് ഗ്രാവിറ്റിയാണ്. ഗ്രാവിറ്റി കുറയുന്നതോടുകൂടി അതിനു സാധിക്കാതെ വരും. പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം മനസ്സിലാവണമെങ്കിൽ കുറേ വർഷങ്ങളെടുക്കും. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഗ്രാവിറ്റി കുറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ജീവൻ നിലനിൽക്കുമെങ്കിലും അതിന് ഒരുപാട് പരിമിതികളുണ്ടാകും. പല മേഖലകളിൽ മനുഷ്യർക്ക് പോലും അതിജീവിക്കാൻ സാധിക്കുകയില്ല. ഗ്രാവിറ്റി കുറയുന്നത് മൂലം മനുഷ്യർക്ക് ശക്തി നഷ്ടപ്പെടുന്നതിനാൽ അത് അവർക്ക് ശാരീരികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളും സൃഷ്ടിക്കും.